GGC Educare Private Limited, Nasreet Martoma Church Campus, MC Road, Mannur, Keezilam. കഥകളി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൊടുപുഴയിൽ നിന്നും 2 വിദ്യാർത്ഥികൾ. അടുത്ത ബന്ധുക്കളായ ദുർഗ രമേശ്, ഉണ്ണിമായ വിജയൻ എന്നിവരാണ് ആ 2 പെൺകുട്ടികൾ. ദുർഗ രമേശ് ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും ഉണ്ണിമായ തൃപ്പൂണിത്തുറ RLV കോളേജിലെ MA 2ാം വർഷ വിദ്യാർത്ഥിനിയുമാണ്. തൊടുപുഴയിൽ നിന്നും കഥകളി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന 2 വിദ്യാർത്ഥിനികളാണ് കാരിക്കോട് സ്വദേശിനികളായ ദുർഗ രമേശും ഉണ്ണിമായ വിജയനും. ഇതിൽ ദുർഗ രമേശ് ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലാമണ്ഡല ചരിത്രത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ബാച്ചിലെ വിദ്യാർത്ഥിനിയായ ദുർഗ 8ാം ക്ലാസ് മുതൽ ഇവിടെ നിന്നും കഥകളി അഭ്യസിച്ചു വരികയാണ്. വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലായി 8ഓളം വിദ്യാർത്ഥികളാണ് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുന്നത്. എൻ്റെ പേര് ദുർഗ രമേശ്. ഞാൻ 3 കൊല്ലമായി ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ കഥകളി വടക്കൻ വിഭാഗം പഠിക്കുന്നു. കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പെൺകുട്ടികളുടെ ബാച്ചാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഇപ്പം പഠിക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഇപ്പോൾ ഞങ്ങൾ 10ാം ക്ലാസ്സാണ്. ഞാൻ 10ാം ക്ലാസ് ഞങ്ങളെ നീരജാശാനാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ പെൺകുട്ടികൾ ടോട്ടൽ ഉള്ളത് 8 പേരാണ്. വടക്കനിൽ 5 പേരും തെക്കൻ വിഭാഗമായി 3 പേരുമാണുള്ളത്. തൻ്റെ ചിറ്റ കൂടിയായ ഉണ്ണിമായയാണ് കഥകളിയിലെ തൻ്റെ ആദ്യ ഗുരുവെന്നും ദുർഗ പറയുന്നു. 2018 ഉണ്ണിമായ തൃപ്പൂണിത്തുറ RLVയിൽ കഥകളി പഠനത്തിനായി എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആദ്യമായി കഥകളി പഠിക്കുവാനായി എത്തിയ വിദ്യാർത്ഥിനിയാണ് ഉണ്ണിമായ. നിലവിൽ കഥകളിയിൽ MA 2ാം വർഷ വിദ്യാർത്ഥിനി കൂടിയാണ്. RLV കോളേജിൽ ഭരതനാട്യത്തിന് അപ്ലൈ ചെയ്യുകയും 3 ഓപ്ഷൻസ് വയ്ക്കാം: ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി. ആ 3 ഓപ്ഷൻസാണ് ഞാൻ വെച്ചിരുന്നത്. അതിൽ 2 ഓപ്ഷൻസായ മോഹിനിയാട്ടവും ഭരതനാട്യം കിട്ടിയില്ല. അപ്പോൾ അടുത്ത സാറ് ചോദിച്ചു, കഥകളിയാണെങ്കിലും ഇയാൾ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഥകളിയാണെങ്കിലും ഞാൻ വരും, എനിക്ക് ഇഷ്ടമാണ് കഥകളി പഠിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ കഥകളിക്ക് എനിക്ക് അവിടെ കിട്ടുകയും അതുപോലെ തന്നെ കലാമണ്ഡലം രാധാകൃഷ്ണൻ ആശാൻ്റെ കീഴിൽ കഥകളി പഠിക്കാൻ സാധിക്കുകയും ചെയ്തു. അവിടെ BA ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി, അത്യാവശ്യം നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ MA ചെയ്തത്. ഇപ്പോൾ MA സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അതുപോലെ തന്നെ പുറത്ത് പ്രോഗ്രാമിന് പോകാറുണ്ട്. അതുപോലെ കോളേജിലെ മാസപരിപാടികളും പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. കേരളത്തിൻ്റെ തനതായ കലാരൂപമാണ് കഥകളി. അപ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയുക എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നന്നേ ചെറുപ്പം മുതൽ ഡാൻസ് അഭ്യസിച്ചിട്ടുള്ള ഉണ്ണിമായ RLVയിലെ BA റാങ്ക് ഹോൾഡർ കൂടിയാണ്. ഗുരുക്കന്മാരായ തുളസികുമാർ, വിപിൻ ശങ്കർ, ശ്രീറാം, വൈശാഖ് എന്നിവരുടെ കീഴിലായാണ് ഉണ്ണിമായ തൻ്റെ കഥകളി പഠനം നടത്തുന്നത്. കേരളത്തിൻ്റെ തനത് കലാരൂപവും ക്ഷേത്രകലയുമായ കഥകളിയുടെ ഉത്ഭവം AD 16-17 നൂറ്റാണ്ടുകളിലായാണ്. കൊട്ടാരക്കര തമ്പുരാനെയാണ് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ച് നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. ഭാവിയിലും കഥകളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തി ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. ഇതിനായി വീട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഇരുവർക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.